ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റിലെ പരിമളമാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നു രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. പരിമളവും മറ്റ് തൊഴിലാളികളും തേയിലത്തൊഴിൽ ജോലിക്കായി പോവുകയായിരുന്നു. ഇതിനിടെ കാട്ടാനക്കൂട്ടം പന്നിയാർ എസ്റ്റേറ്റ് പ്രദേശത്ത് വെച്ച് ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. മറ്റു തൊഴിലാളികൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും പരിമളത്തെ ആക്രമിക്കപ്പെടുകയായിരുന്നു. പിന്നീട് കാട്ടാനക്കൂട്ടം ഇവിടെ നിലനിർത്തിച്ചെങ്കിലും നാട്ടുകാർ പക്കളം വെച്ചതോടെയാണ് ഇവയെ മാറ്റിയ ശേഷമാണ് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത്. ആദ്യം രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആരും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പരിമളം മരണപ്പെട്ട സാഹചര്യം നിലവിലുള്ളത്. രേണുക, പ്രിൻസ്, ഒറ്റയാന്റെ ആക്രമണമായിരുന്നു. ഈ സ്ഥലം ഇങ്ങനെ കാട്ടാന ആക്രമണം കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണോ? രേണുക, 6 കാട്ടാനകൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്, തോട്ടം മേഖലയിൽ ഇറങ്ങിയത്. മുൻപൊക്കെ പതിവായി കാട്ടാനകൾ ഇറങ്ങിയിരുന്ന ഒരു പ്രദേശമാണ്. അതായത് മുൻപ് അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം കാട്ടാന ആക്രമണങ്ങൾ നേരിട്ടൊരു മേഖല കൂടിയാണ് ഈ പന്നിയാർ എസ്റ്റേറ്റ്. അവിടെയുള്ള റേഷനൊക്കെ അരിക്കൊമ്പൻ പതിവായി കാട്ടാന ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങളായി ഈ ജനവാസ മേഖലയിലേക്ക് നിലവിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വലിയ തോട്ടങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പകൽ സമയങ്ങളിലൊക്കെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നു. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.